സാറേ, ജമ്മു കാശ്മീരിൽ മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഇസഡ് മോഡ് എന്ന് പറയുന്ന ഒരു പാത, തുരങ്കപാത നിർമ്മിക്കുന്നു. ഇനി അതിനുശേഷം ജമ്മു കാശ്മീരിലേക്കുള്ള റെയിൽവേ പാതയുടെ ഉദ്ഘാടനം വരാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കണ്ടപ്പോൾ ഇപ്പോൾ ഒമർ അബ്ദുള്ള, ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി, മോദിയുടെ ഒരു ഫാനായി മാറിയെന്നൊരു സംശയം. കാരണം മോദി ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നല്ലതാണ്, ഇന്ത്യ മുന്നണിയുടെ ചില പ്രവർത്തികൾ തെറ്റാണ്, ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ തട്ടിക്കൂട്ടിയതാണ്, ഇനി അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട. ചുരുക്കം പറഞ്ഞാൽ BJP ഇത്രയും കാലം എതിർത്തുകൊണ്ടിരുന്ന ഈ ഒമർ അബ്ദുള്ള ഇപ്പോൾ BJPയുടെ ഒരു പിന്തുണക്കാരനായി മാറുന്നു എന്നൊരു സംശയമുണ്ട്. അതെ, മോഡിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമർ അബ്ദുള്ളയാണെന്ന് പറയേണ്ടി വരും. അത് പ്രത്യേകമായിട്ട് കാണപ്പെട്ടത് ഈയിടെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സഡ്മോർ അവിടെ ടണൽ ഒരെണ്ണം ഉദ്ഘാടനം ചെയ്തായിരുന്നു. അത് അബൌട്ട് 6.4 കിലോമീറ്റേഴ്സ് ആണ് അതിൻ്റെ ലെങ്ത്ത്. ഓൾ വെതർ ടണലാണത്. അത് മാത്രമല്ല, അത് നിർമ്മിച്ചത് ഭയങ്കരമായ ത്രെറ്റ്സ് ഫ്രം ദി ടെററിസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ്. ടെററിസ്റ്റായിട്ട് ത്രെറ്റ് ഉണ്ടായെന്ന് മാത്രമല്ല, 7 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഡോക്ടർ ഉൾപ്പെടെ 6 തൊഴിലാളികളെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അത് വലിയ ത്യാഗം ചെയ്തിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒമർ അബ്ദുള്ളയുടെ മോഡി സ്നേഹം അണപൊട്ടി ഒഴുകി. അദ്ദേഹത്തിനൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. വലിയ സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു മോഡി ഈസ് എ വെരി ട്രസ്റ്റ് വർത്തി പേഴ്സൺ. ട്രസ്റ്റ് ഉണ്ട് മോഡിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക്. വേറെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും മോഡിയുടെ കാര്യത്തിൽ വളരെയധികം ട്രസ്റ്റ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അത് കാണപ്പെട്ടത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു ദാറ്റ് ഹി ക്യാൻ ബി ട്രസ്റ്റഡ്. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യത്തിൽ കൂടി മോഡിയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഈ കാശ്മീരിന് ആ സ്റ്റേറ്റിൻ്റെ, കാശ്മീർ ഒരു സ്റ്റേറ്റായിട്ട് ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആയിട്ടിരുന്നാൽ പോരാ, ഇറ്റ് ഷുഡ് ബി എ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റസ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോഡിയെ വളരെയധികം പ്രശംസിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോഡി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നല്ല ഡ്രാമാറ്റിക് സ്റ്റൈലിൽ അദ്ദേഹം പറഞ്ഞു, ഏ മോദി ഹേ വാദ കർത്ത ഹേ തോ നിഭാത്ത ഹേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു, അതായത് ഇത് മോഡിയാണ്, മോഡി ഒരു വാക്ക് പറഞ്ഞത് പാലിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒന്നും കൂടി സന്തോഷിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മോഡി ഒരു കാര്യം പറഞ്ഞു, ഈ കാശ്മീർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി ക്രൗൺ ഓഫ് ഇന്ത്യ, ക്രൗൺ ഓഫ് ഇന്ത്യ. മാത്രമല്ല ഇറ്റ് ഈസ് ദി പാരഡൈസ് ഓൺ എർത്ത് എന്നൊക്കെ പറഞ്ഞ് കാശ്മീരിനാകുന്നത്ര പുകഴ്ത്തുകയും ചെയ്തു. അപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പ്രശംസിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ പറഞ്ഞ നമ്മുടെ ഒമർ അബ്ദുള്ള പറയണത് ഇത് വാസ്തവത്തിൽ ഡൽഹിയും കാശ്മീരുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇതേപോലത്തെ സംരംഭങ്ങൾ വഴി കുറയാണ്. കാശ്മീറും ഡൽഹിയായിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമല്ല കുറയുന്നത്, ലേയും ശ്രീനഗറുമായിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമല്ല കുറയുന്നത്, ഇതുവഴി കുറയുന്നത് ദിലോങ് കി ദൂരി, ദിൽ മനസ്സ് അല്ലെങ്കിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരവും ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. ഹൃദയങ്ങൾ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കാണുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ അഡ്വേഴ്സറീസ് ആയിരുന്ന ആൾക്കാർ തമ്മിലുള്ള പുതിയ അടുപ്പമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പഴയ ശത്രുതയൊക്കെ മറന്നുപോയി. പണ്ടൊക്കെ BJPയെ പറ്റി പറയുന്നത് കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഒമർ അബ്ദുള്ള നാവ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം BJP എവിടെയെങ്കിലും എന്തെങ്കിലും ഇലക്ഷൻ വിജയിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇലക്ഷൻ റിഗിങ് നടത്തി ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കൂട്ടിയിരുന്ന ആളാണ്. പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പോലെ തോന്നുന്നത്, പ്രത്യേകിച്ച് ഡൽഹി ഇലക്ഷൻ്റെ വെളിച്ചത്തിലും. ഇന്ത്യ മുന്നണി ഉണ്ടാക്കി അധികം നാളായിട്ടില്ല. ലോക്സഭ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാനായിട്ടാണ് അത്രയും വലിയൊരു അലയൻസ് ഉണ്ടാക്കിയത്. അത് മോറോർലെസ് ഒരുമിച്ച് നിന്നൊക്കെ മത്സരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൽഹി ഇലക്ഷൻ്റെ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അടി തുടങ്ങി. കോൺഗ്രസ് വേറെ, ആം ആദ്മി പാർട്ടി വേറെ, അങ്ങനെയൊക്കെ ആകെ അലമ്പായി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഈ മുന്നണി ഡിസ്ബാൻഡ് ചെയ്ത് പിരിച്ചുവിടുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒരു ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം ഒരു മുന്നണി ഉണ്ടായിട്ട് കാര്യമില്ല. മുന്നണി ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം, എല്ലാ ഇലക്ഷനും ഫേസ് ചെയ്യാനായിട്ട് കഴിയണം. ഇതിപ്പോൾ വെറുതെ ആ ഇലക്ഷൻ്റെ സമയത്തൊരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഇന്ത്യ മുന്നണി ഉള്ളതുകൊണ്ട് ഒരു ഉപകാരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡി ഈ കാശ്മീരിൽ ഉണ്ടാക്കിയിരിക്കുന്ന അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേറെ ഒരാളും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. മുമ്പ് ഈ പറയുന്ന സ്ഥലം തന്നെ, അതായത് ഈ സോനമാർഗ് ടണൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തി പോയതാണ് പണ്ട് കോൺഗ്രസ്. ദാറ്റ് വാസ് ഇൻ ദി ഇയർ 2012. 2012 ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഒരു ചടങ്ങ് നടത്തി അവരവരുടെ വഴിക്ക് പോയി എല്ലാവരും ചായ കുടിച്ച് പിരിഞ്ഞു. പക്ഷേ
ഇപ്പോൾ മോഡിയും വന്നു, ഗഡ്കരിയും വന്നു, രണ്ടുപേരും കൂടി സഹകരിച്ച് ഇവിടെ അങ്ങ് പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ദിസ് ഹാസ് ബിക്കം എ റിയാലിറ്റി. അപ്പോൾ ഇത് മറ്റുള്ളവരെ കൊണ്ട് ഈ പണിയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഇപ്പോൾ കാശ്മീരിൽ വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് കാശ്മീരിൽ അവിടെ ഈയിടെ ഒരു മാരത്തോൺ നടത്തി. ആ മാരത്തോൺ ഓടാനായിട്ട് വന്നവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ എന്താ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയായിരുന്നു അതിലെ ഒരു ഓട്ടക്കാരൻ. ഒമർ അബ്ദുള്ള സ്പോർട്സ് താരം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഓടാനായിട്ടും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ ഈസ് റിട്ടേണിങ് ടു നോർമൽ. ആ പഴയ കണ്ടീഷനിലേക്കൊക്കെ തിരിച്ചു വരാണ്. വയലൻസും ടെററിസും ഒക്കെ കുറേ മാറി. പിന്നെ ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു നഷ്ടവും കാശ്മീരിനുണ്ടായിട്ടില്ല. കാശ്മീർ ഒന്നുകൂടി പ്രഗതിയിൽ നിന്നും പ്രഗതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് അവിടെ കാണുന്നത്. മാത്രമല്ല ഈ സംഭവം നടന്ന ഈ ഉദ്ഘാടനം നടന്നതിൻ്റെ പിറ്റേ ദിവസം ആർമിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആർമി ഫംഗ്ഷന് പോയിരുന്നത് രാജ്നാഥ് സിംഗ് ആയിരുന്നു. ആ രാജ്നാഥ് സിംഗ് ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് ഒമർ അബ്ദുള്ളയെ പറ്റി സംസാരിച്ചതും അവിടെ അവർ തമ്മിലുള്ള ആ ബോഡി ലാംഗ്വേജിൽ അവർ തമ്മിലുള്ള അടുപ്പവും പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവും എല്ലാം വളരെ പ്രകടമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കണത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉടനെ കേന്ദ്രത്തെ കുറ്റം പറയും, കേന്ദ്രമായിട്ട് ഉടക്കും, കേന്ദ്രമായിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഉടക്കുന്നതിനെന്നുള്ളൊരു കോമ്പറ്റീഷൻ നടത്താണ്. അങ്ങനെ കേന്ദ്രവുമായിട്ട് ഉടക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലരുടെ വോട്ട് കിട്ടും. ആ വോട്ടിന് വേണ്ടിയിട്ട് കേന്ദ്രവുമായിട്ടൊരു ഉടക്ക് ആവശ്യമില്ലാത്തതുണ്ടായിക്കൊണ്ട് നടക്കുകയാണ്. ഈ ഉടക്കുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന ഉടക്കുകൊണ്ട് അതിൻ്റെ നഷ്ടം സഹിക്കുന്നത് കേരള ജനതയാണ്. സാർ, എല്ലാ കാര്യത്തും കോൺഗ്രസ് അല്ലെങ്കിൽ UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജമ്മു കാശ്മീരിൽ തീവ്രവാദി ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാരായ ആളുകൾ നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കും. പണവും ആയുധവും എല്ലാം കൊടുക്കുന്നത് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വന്നപ്പോൾ ശക്തനായ പ്രധാനമന്ത്രി ഉണ്ടാകുന്നു, ശക്തമായ പ്രതിരോധ മന്ത്രി ഉണ്ടാകുന്നു. പതിയെ ഈ തീവ്രവാദി ആക്രമണം കുറയുന്നു. നേരത്തെ ആർമിയുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ബോംബെറിയുകയും ചെയ്ത വിദ്യാർത്ഥികൾ പഠിക്കാൻ കോളേജിലും സ്കൂളിലും പോകുന്നു. അല്ലാത്ത യുവജനങ്ങൾ ജോലി തേടി പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വികസനം എല്ലാം കൊണ്ടുവരാൻ BJP സർക്കാരിന് കഴിഞ്ഞു. അപ്പം ഈ സ്വിറ്റ്സർലൻഡ് പോലെ മനോഹരമായ ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്നും ആ ഭാഗത്തേക്ക് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുവരണമെന്നും ഈ സർക്കാർ ആലോചിക്കുന്നു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ അങ്ങനെയല്ല പറയുന്നത്. അവിടെ പോകുന്ന ജീവന് തന്നെ ഭീഷണിയാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പം വലിയ മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നു. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗും ഈ നരേന്ദ്രമോദിയും ചെല്ലുമ്പോൾ ഒമർ അബ്ദുള്ള അത് BJPയുടെ ഒരു വലിയ വിമർശനമാണ്. അദ്ദേഹം അവരെ അഭിനന്ദിക്കുന്നു, ഞങ്ങൾ ഒരു എല്ലാ പിന്തുണയും നൽകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞാൽ ജമ്മു കാശ്മീർ കത്തുമെന്ന് നേരത്തെ പ്രവചിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രവചിച്ചുകൊണ്ട് വന്ന ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അതൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല കൃത്യമായിട്ട് അവിടെ ഇലക്ഷൻ നടത്തി. ഇപ്പോൾ EVM അട്ടിമറിയൊക്കെ നടത്തുവാണെങ്കിൽ ജമ്മു കാശ്മീരിൽ നടത്താമായിരുന്നല്ലോ, അതൊന്നും നടത്തിയില്ല. കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വന്നു. അപ്പോൾ ആർജവമുള്ള ഒരു കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ തീവ്രവാദ ആക്രമണത്തെ പോലും പ്രതിരോധിച്ച് ജമ്മു കാശ്മീരിന് വളരാൻ സാധിച്ചു. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥയോ, കേരളത്തിൽ ഒരുപാട് വികസന സാധ്യതകളുണ്ടെങ്കിലും മാറി മാറി വരുന്ന കോൺഗ്രസും അല്ലെങ്കിൽ CPM ഇടത് വലത് മുന്നണികൾ BJPയെ ശത്രുപക്ഷത്ത് നിർത്തുന്നു. അപ്പോൾ അവരിൽ നിന്ന് സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. കിട്ടാത്തപ്പോൾ പറയുന്നത് എന്താ, നമ്മൾ കരി തരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട പണം തരുന്നില്ല, കേന്ദ്ര സർക്കാർ ഈ ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു. അപ്പോൾ കേന്ദ്രവുമായിട്ട് എപ്പോഴും ഒരു അടിയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ പിന്തുണ കിട്ടുമെന്ന് UDFും LDFും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ശരിയായ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുണം നമുക്ക് കിട്ടും. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ 6 വരി പാത നിർമ്മിക്കുന്നു. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിൽ നല്ല ബന്ധമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ആ നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് കേരളത്തിന് ഇപ്പോൾ ഈ 6 വരി പാതയുടെ നിർമ്മാണം കൃത്യമായി പൂർത്തീകരിക്കുന്നത്. പാത ഏറ്റെടുക്കാൻ. പക്ഷേ നിതിൻ ഗഡ്കരി എന്നുള്ള വാക്ക് പിണറായി വിജയൻ ഒരിക്കലും പറയുമെന്നല്ല, BJP എന്നും പറയല്ല. ഈ BJP ആയിട്ട് സഹകരണം ഉണ്ടെന്നുള്ളതൊന്നും കാണിക്കില്ലല്ലോ. അത് കാണിക്കാത്തതല്ലേ പ്രശ്നം. എന്തുകൊണ്ട് കാണിച്ചുകൂടാ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വികസനം കൊണ്ടുവന്നുകൂടെ? അതായത് ചില വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശത്രുതയാണ് BJP ആയിട്ടുള്ളത്. BJP ആയിട്ട് ഏറ്റവും വലിയ ശത്രു ആരാണ്, ഞങ്ങളാണെന്ന് തെളിയിക്കാൻ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കോമ്പറ്റീഷൻ നടത്തുകയാണ്. അതിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് CPM ആണ്. എന്നിട്ട് എല്ലാത്തിനും കേന്ദ്രവുമായിട്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? വി ആർ ദി ലൂസേഴ്സ്. ഈ സംസ്ഥാനത്തിനാണ് നഷ്ടം, ഇവിടുത്തെ ജനങ്ങൾക്കാണ് നഷ്ടം. കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശത്രുതയാണ് ഈ BJP ആയിട്ടുള്ള ശത്രുത, അല്ലാതെ വേറെ ശത്രുതയൊന്നുമല്ല. നമ്മുടെ കയ്യിൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിവുള്ള ടെക്നോളജിയിൽ ഒരുപാട് മുന്നേറാൻ സാധ്യതയുള്ള ഒരു യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷേ അവർക്ക് വേണ്ട അവസരങ്ങൾ ഇവിടെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? കേന്ദ്രവുമായി കൈകോർത്താൽ കിട്ടാവുന്ന കുറേ സാധ്യതകളുണ്ട്. ഇപ്പം ഉത്തർപ്രദേശ് പോലെയുള്ള അല്ലെങ്കിൽ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നില്ല? ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലും കിറ്റക്സ് ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ എന്തുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്? അപ്പം കേന്ദ്രവുമായി ഒരു ഒത്തുതീർപ്പിൻ്റെ വ്യവസ്ഥയിൽ പോവുകയും നമ്മുടെ സംസ്ഥാനം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യണം
ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലില്ല എന്നുള്ളതല്ലേ വാസ്തവം? സത്യം തീർച്ചയായിട്ടും. അത് ഇവർ വെറുതെ ഇങ്ങനെ ഈ ചിലപ്പോൾ നമ്മൾ സ്റ്റേജിലൊക്കെ വന്നിട്ട് മിമിക്രി നടത്തില്ലേ, മത്സരം, അതുപോലെ ഒരു മത്സരമാണിത്. അതായത് BJP ആയിട്ട് ഞങ്ങൾ ശത്രുതയിലാണ്, വോട്ട് കൊണ്ട് വന്നേക്ക്, ഞങ്ങളാണ് BJPയുടെ ശത്രു, ഇതാണ് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും കേന്ദ്രമായിട്ട് സ്ഥിരം വഴക്കുണ്ടാക്കുന്നതുകൊണ്ടും കേരളത്തിന് ലഭിക്കേണ്ട സഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളയാണ്. അവരുമായിട്ട് യോജിച്ച് പോകണം. വി ഷുഡ് മൂവ് ഇൻ ടാൻഡം വിത്ത് ദി സെൻറ്റർ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊരിക്കലും ഇവർ ചെയ്യുന്നില്ല. ഇവർ വോട്ടിന് വേണ്ടിയിട്ട് വെറുതെ ശത്രുത പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത്രേ കാര്യമുള്ളതിൽ. അപ്പോൾ അശാന്തിയുടെ നിഴലിൽ കഴിഞ്ഞ ജമ്മു കാശ്മീരിനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ BJP സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലും അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാവുന്നതാണ് അല്ലേ? എന്തായാലും ജമ്മു കാശ്മീരിലെ വലിയ വികസനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ളയാണ് വലിയൊരു മോദി ഫാനായിട്ട് അല്ലെങ്കിൽ BJP ഫാനായിട്ട് മാറുന്നത്. കാരണം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ പോലും നിന്ന് ഇപ്പോൾ ഒമർ അബ്ദുള്ള മകനാണ്, മകൻ ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ. അപ്പോൾ ഈ ഒമർ അബ്ദുള്ള ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ ഒമർ അബ്ദുള്ള നരേന്ദ്രമോദിയുടെ വലിയ ഫാനായി മാറുന്നു. അവിടുത്തെ പദ്ധതികളൊക്കെ വളരെ നല്ലതാണെന്ന് പ്രശംസിക്കുന്നു. അപ്പോൾ BJP മതി, അല്ലെങ്കിൽ BJP സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം സർക്കാർ നടത്തട്ടെ. ജമ്മു കാശ്മീരും വലിയ വികസനമൊക്കെ പദ്ധതികളായിട്ട് മുന്നേറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.